നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi Life Easy. കെ മാണിക്കെതിരെ തുറന്നെഴുതി മുഖ്യമന്ത്രിക്ക് പി.സി. ജോർജിന്റെ കത്ത്. ടയർ ലോബിയിൽ നിന്ന് ജോസ് കെ മാണി 10 കോടി രൂപ വാങ്ങി. സരിതയുമായി ധാരണയുണ്ടാക്കാൻ മാണി രഹസ്യ ചർച്ച നടത്തി. അയാളുടെ വീട്ടിൽ വെച്ച് മാണി സാറ് യാതൊരു കാറ് മനസ്സിലായില്ലേ, സ്റ്റേറ്റ് കാറില്ലാതെ പോലീസിനെ അറിയിക്കാതെ അവിടെ ചെന്ന് സരിതയായിട്ട് ചർച്ച ചെയ്യും. ജോർജിന്റെ കത്തിനെ ലഘൂകരിച്ച് മുഖ്യമന്ത്രി. എത്ര പ്രകോപനം വന്നാലും ജോർജിനെ പാർട്ടിയിൽ നിന്ന് നീക്കില്ലെന്ന് കെ എം മാണി. ശ്രീധരൻ നായരുമൊത്ത് മുഖ്യമന്ത്രിയെ ഓഫീസിലെത്തി കണ്ടു എന്ന് സരിതയുടെ ജയിൽ കുറിപ്പ്. മഹാന്മാരുടെ പേരുകൾ ചിലരുടെ ഡയറിയിൽ കാണുമെന്ന് മാണി. ബാർഗോഴയിൽ ബാർ ഉടമകളെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ വിജിലൻസ് നീക്കം തുടങ്ങി. കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ച കത്ത് ചോർന്നതിന്റെ ഉത്തരവാദി VS തന്നെയെന്ന് പ്രകാശ് കാരാട്ട്. VSന്റെ പാർലമെന്ററി പ്രവർത്തനത്തിൽ സംസ്ഥാന ഘടകത്തിന് തൃപ്തി. RSPയെ തിരിച്ചെത്തിക്കാൻ ചർച്ച തുടങ്ങിയെന്ന് റിപ്പോർട്ടറോട് കാരാട്ട്. വിവിധ സംഘടനകളുടെ ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. ടാക്സിയിൽ യാത്ര ചെയ്ത പ്രദീപ് കുമാറിന്റെ ഫോട്ടോ എടുത്തയാൾക്ക് PAയുടെ മർദ്ദനം. കൂടെയുള്ളവർക്ക് വീഴ്ച പറ്റിയെന്ന് MLA. അവശ്യമരുന്നുകളുടെ വില കൂട്ടാൻ കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് അനുമതി നൽകി. 509 മരുന്നുകൾക്ക് വില കൂടും. പ്രമേഹത്തിനും ക്യാൻസറിനുമുള്ള മരുന്നുകൾക്ക് ഇനി അധിക വില. ധനമന്ത്രി കെ മാണിക്കെതിരെയും ജോസ് കെ മാണിക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പി.സി. ജോർജ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ടയർ കമ്പനി ഉടമകളിൽ നിന്ന് ജോസ് കെ മാണി 10 കോടി രൂപ കൈക്കൂലി വാങ്ങി. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് കൈക്കൂലി നൽകിയവർ വെളിപ്പെടുത്തിയതായി പി.സി. ജോർജ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ എന്ന നിലയിൽ പാർട്ടിയുടെ ലെറ്റർ പാഡിൽ നൽകിയ കത്തിലാണ് മാണിക്കും മകനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത്. റബ്ബർ വിലയിടിവിനെതിരെ സമരം സംഘടിപ്പിക്കാതിരിക്കാൻ വൻകിട ടയർ കമ്പനികളിൽ നിന്ന് ജോസ് കെ മാണി 10 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പി.സി. ജോർജ് കത്തിൽ വെളിപ്പെടുത്തുന്നു. ഈ വിവരം കെ എം മാണി ധരിപ്പിച്ചപ്പോൾ അവന്റെ പോക്ക് ശരിയല്ല ജോർജ് എന്ന് പറഞ്ഞ് നിശബ്ദനായി മുഖം കുനിച്ച് മാണിയിരുന്നു. ഇക്കാര്യം റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടി. റബ്ബർ വ്യവസായത്തിൽ നിന്ന് മേടിച്ച കാശ് കൈ വെച്ചിരിക്കുകയല്ലേ, ജോസ് കെ മാണി കാശ് മേടിച്ചതെന്ന് അയാൾ പറയട്ടെ. അയാൾ പ്രസവിച്ചുകൊണ്ട് നടക്കല്ലേ, റബ്ബർ സംഭരണം കൊണ്ട് ഗുണമില്ലെന്ന് മനസ്സിലാക്കണം. ജോസ് കെ മാണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? അയാൾ പ്രസംഗിക്കുക, ഞാൻ ഇരിക്കുന്ന പ്രസംഗിച്ചു, സംഭരണം കൊണ്ട് ഒരു കാര്യമില്ലെന്ന്. പൂവാറിലെ റിസോർട്ടും രാജ്യത്തിന് വെളിയിൽ പടുത്തുയർത്തുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള മെഡിസിറ്റിയും ആരും അറിയാതെ കെ എം മാണിക്ക് പൂർത്തിയാക്കണം. ഇതിനായി തന്നെ നിശബ്ദനാക്കുകയാണ് മാണിയുടെ ലക്ഷ്യമെന്നും പി.സി. ജോർജ് കത്തിൽ വിമർശിക്കുന്നു. കെ എം മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് താനും കേട്ടിട്ടുണ്ട്. 12ാം ബഡ്ജറ്റിനോടനുബന്ധിച്ച് 5 കോടി രൂപ മാണിക്ക് കൈക്കൂലി നൽകിയതിൽ 8000 രൂപയുടെ കുറവുണ്ടായപ്പോൾ മാണി ക്ഷുഭിതനായി. 5 കോടി രൂപ തികച്ചു കൊണ്ടുവന്നാൽ മതിയെന്ന് മാണി അവരെ ശാസിച്ചു. ഇക്കാര്യവും പി.സി. ജോർജ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്ര രൂപ കൊടുത്തപ്പോൾ ഇത്ര രൂപ കുറവുണ്ടെന്നും പറഞ്ഞ് കാശ് തിരികെ കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കാശ് മേടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞൊരു ചരിത്രമുണ്ട്. ഞാനിതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. അമിതമായ പുത്രവാത്സല്യത്തിന്റെ പിടിയിലമർന്ന് കുലമുടിയാൻ കാരണഭൂതനായ ധൃതരാഷ്ട്രരുടെ അവസ്ഥയിലാണ് ഇന്ന് കെ എം മാണിയെന്നും പി.സി. ജോർജ് കത്തിൽ കുറ്റപ്പെടുത്തുന്നു. അഴിമതിയുടെയും സാമ്പത്തിക സമാഹരണത്തിന്റെയും വിശദാംശങ്ങളും തെളിവുകളും ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പി.സി. ജോർജ് കത്ത് അവസാനിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വഴി താൻ കെ മാണിക്ക് കീഴടങ്ങുകയായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുന്നണിയുടെ പൊതുതത്വം നടപ്പാക്കുക മാത്രമാണ് ചെയ്തത്. പി.സി. ജോർജിനെ ഭയമില്ല. ജോർജിന്റെ കത്ത് കണ്ട് ഞെട്ടിപ്പോയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDFന്റെ ചെയർമാൻ എന്ന നിലയിൽ മുന്നണിയെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തമാണ് തനിക്കുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ ഉത്തരവാദിത്തമാണ് നിറവേറ്റിയത്. പി.സി. ജോർജിനെ പുറത്താക്കുന്നതിൽ മുന്നണിയുടെ പൊതുതത്വമാണ് അംഗീകരിച്ചത്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു പുതിയ തത്വമാണ്. ശ്രീ കെ എം മാണി അങ്ങനെ ഒരു കത്ത് തന്നതിന് ശേഷം ഞങ്ങൾ ചില ചർച്ചകൾ നടത്തി എന്നുള്ളൊരു സത്യമാണ്. അതുതന്നെ ശരിയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ ഞാനത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം അത് കീഴടങ്ങലല്ല, ഒരു മുന്നണിയുടെ പൊതു തത്വം നടപ്പിലാക്കുകയാണ് ചെയ്തത്. പി.സി. ജോർജിനെ തനിക്ക് ഭയമില്ല. പി.സി. ജോർജ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ഈ കത്ത് കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ തിരിച്ച് ജോർജിനെ വിളിച്ചു. ജോർജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ജോർജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ പാർട്ടിയാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ല. കെ എം മാണിയെ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസിൽ ആർക്കും എതിരഭിപ്രായമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.
ഈ വിഷയത്തിൽ നമ്മോടൊപ്പം UDF കൺവീനർ PP തങ്കച്ചൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ജോണി നെല്ലൂർ, PC ജോർജ്, പ്രിൻസ് ലൂക്കോസ്, യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് R ബാലകൃഷ്ണപിള്ളയും. ആദ്യം ശ്രീ PP തങ്കച്ചൻ, PC ജോർജ് ഇപ്പോഴും UDF-ലുണ്ടോ? അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിലെ വൈസ് പ്രസിഡന്റ്, വൈസ് ചെയർമാനാണ്. ആ നിലയിൽ അദ്ദേഹം ഒരു കേരള കോൺഗ്രസ് എം, ആ പാർട്ടിയുടെ MLA, ആ പാർട്ടിയിലെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ അദ്ദേഹം UDF-ലുണ്ട്. അങ്ങനെ ഒരു വൈസ് ചെയർമാൻ പാർട്ടിയുടെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് അതിൽ ചെയർമാനായി KM മാണിയും വർക്കിംഗ് ചെയർമാനായി PJ ജോസഫും ഡെപ്യൂട്ടി ചെയർമാനായി CF തോമസും ഉണ്ട്. ഒപ്പം തന്നെ നാലാമത്തെ പേരായി PC ജോർജിൻ്റെയും ഉണ്ട്. ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഉപയോഗിച്ച് KM മാണി ഇപ്പോൾ ഉണ്ടാക്കിയ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമല്ല, കേരള കോൺഗ്രസ് എന്ന പാർട്ടിയിൽ ചേരാൻ തന്നെ 10,000 രൂപ കൈക്കൂലി വാങ്ങിയ ആളായിട്ടാണ് KM മാണിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിഭാസം ആണോ കേരള കോൺഗ്രസ്, UDF? ഇതിന് UDF-ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കേരള കോൺഗ്രസിനകത്തുള്ള ശ്രീ KM മാണിയും ശ്രീ PC ജോർജും അല്ലെങ്കിൽ കേരള കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാരും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില തർക്കങ്ങളുമാണ്. UDF-ആയിട്ട് തന്നെ യാതൊരു ബന്ധമില്ല. അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആ പാർട്ടിയാണ്. ശ്രീ PP തങ്കച്ചൻ, ഇങ്ങനെ പരസ്പരം പോരടിക്കുന്ന പാർട്ടികൾ UDF-ൽ ഉണ്ടാകുന്നത് UDF-നെ മൊത്തത്തിൽ ബാധിക്കില്ലേ? അതിപ്പോൾ എല്ലാ പാർട്ടികളിലും ഉണ്ടല്ലോ. അതിപ്പോൾ ജനാധിപത്യ പാർട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള നേരിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നത് LDF പോലും ഇല്ല. ഇപ്പോൾ CPI-യിലെ ഇല്ല, ഈ നിലയിലില്ലല്ലോ. എന്തായാലും ശ്രീ PP തങ്കച്ചൻ, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ തരത്തിൽ മാണിക്കെതിരെയും മകനെതിരെയും ഏറ്റവും കടുത്ത അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന PC ജോർജിനെ എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിർത്തുന്നത്? എല്ലാവർക്കും അറിയാം, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം PC ജോർജിനെ ബുദ്ധിമുട്ടിലാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് KM മാണിക്കുള്ളത് എന്ന്. അത് ആളുകൾക്കറിയാം. അത് തന്നെ KM മാണി കളിക്കുകയും ചെയ്യുന്നു. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നില്ലേ? എന്തിനാണ് കേരള കോൺഗ്രസ് നിർത്തുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടത് KM മാണിയോടാണ്, എന്നോടല്ല. പക്ഷേ ആ പാർട്ടി UDF-ലായതുകൊണ്ടും ആ പാർട്ടിയുടെ UDF-ന്റെ കൺവീനർ താങ്കളായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജനാധിപത്യ പാർട്ടികളിൽ ചില രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് കോൺഗ്രസിലുണ്ടായിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ CPI-യിൽ നടക്കുന്നുണ്ടല്ലോ, CPM-ലുണ്ടല്ലോ. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ആ പാർട്ടിയുടെ ചുമതലയാണ്. അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത്. UDF നേതാക്കൾ KM മാണിയെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നോക്കി. KM മാണി അവസാന ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. KM മാണി ഫോണിൽ പോലും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ കത്തിൽ PC ജോർജ് പറയുന്നത്, മുഖ്യമന്ത്രിയോട് എനിക്ക് സഹതാപം തോന്നി. ഒരു മന്ത്രിയെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ മന്ത്രി ചർച്ചയിൽ വരുന്നത് ഞാനായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ 5 മിനിറ്റ് നൽകും. 5 മിനിറ്റിനുള്ളിൽ KM മാണി ചർച്ചയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ 6-ാം മിനിറ്റിൽ KM മാണി എന്ന മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന്. താങ്കൾക്കും തോന്നില്ലേ മുഖ്യമന്ത്രിയോടൊരു സഹതാപം? ഒരു സഹതാപം തോന്നേണ്ട കാര്യമില്ല. തലേ ദിവസം കൃത്യമായിട്ട് KM മാണി അറിയിച്ചിരുന്നു, ഒരു കാരണവശാലും ഇനി ഈ ചർച്ചയ്ക്ക് വരില്ല, മുഖ്യമന്ത്രിക്ക് യഥേഷ്ടം തീരുമാനം എടുക്കാവുന്നതാണ്, ഇനി അതിനുവേണ്ടി എന്നെ വിളിക്കേണ്ടതില്ല എന്ന് തലേ ദിവസം വ്യക്തമായിട്ട് അറിയിച്ചിരുന്നു. ആ ഒരു നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നു. കേരള കോൺഗ്രസ് സെക്യുലർ പുനരുജ്ജീവിപ്പിക്കാൻ പോവുകയാണ്, എന്നെ പുറത്താക്കി തന്നാൽ മതി എന്നതാണ് PC ജോർജിൻ്റെ ആകെയുള്ള ആവശ്യം. അങ്ങനെ കേരള കോൺഗ്രസ് സെക്യുലറായി കരുതുന്ന ഒരാൾ, സെക്യുലർ എന്ന പാർട്ടി ഇപ്പോൾ UDF-ൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ജോർജ് ഇപ്പോഴും UDF-ലുണ്ട് എന്ന് താങ്കൾ പറയുന്നത്? അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഭാഗമായതുകൊണ്ട്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ സാങ്കേതികമായി മാത്രമാണ് ജോർജ് ഉള്ളത്. എനിക്ക് കേരള കോൺഗ്രസ് സെക്യുലർ പുനരുജ്ജീവിപ്പിക്കാനാണ് താല്പര്യമെന്നും ഇതുവരെ ഈ കഴിഞ്ഞ 4 വർഷം നടന്ന കാര്യങ്ങൾ നാളെ ഗാന്ധി പാർക്കിൽ വെച്ച് തുറന്നു പറയുമെന്നും ജോർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം അതൊക്കെ കേട്ടിട്ട് കേരള കോൺഗ്രസ് എം എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള അറിയട്ടെ. ഞങ്ങൾക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല. അവരുടെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളിൽ ഇന്നർ പാർട്ടി പൊളിറ്റിക്സ് ഇടപെടേണ്ട കാര്യം മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കോ അല്ലെങ്കിൽ UDF-നോ ഇല്ല. ഇവിടെ ശ്രീ PP തങ്കച്ചൻ, താങ്കളുടെ പ്രതികരണം അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. പൂവാറിലെ റിസോർട്ട് സമുച്ചയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിന് വെളിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള മെഡിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെല്ലാം താൻ തടസ്സമാകുമെന്ന് കരുതിയാണ് ഇപ്പോൾ എന്നെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് KM മാണി മാറ്റിയത് എന്നാണ് PC ജോർജ് എന്ന UDF MLA പറയുന്നത്. അങ്ങനെ
ഏറ്റവും ഗുരുതരമായ ഒരു ആക്ഷേപം കേരളത്തിലെ ധനമന്ത്രിക്കെതിരെ, കേരളത്തിൽ നിന്നുള്ള ഒരു UDF MP-ക്കെതിരെ PC ജോർജ് എന്ന UDF MLA ഉന്നയിക്കുമ്പോൾ അതിലൊന്നും തോന്നുന്നില്ലേ താങ്കൾക്ക്? അതിൽ ആരോപണം മാത്രമല്ലേ, എത്രയോ നാളുകളെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനൊന്നും തെളിവുകളില്ലല്ലോ, ആരോപണം മാത്രമല്ലേ. അല്ല, ഇത് ആരോപണം എന്ന് പറയുമ്പോൾ UDF-ന്റെ ഒരു MLA ആണ് UDF-ന്റെ ധനമന്ത്രിക്കെതിരെ, UDF-ന്റെ ഒരു MP-ക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്. ആദ്യം പറഞ്ഞല്ലോ, ഒരു കക്ഷിയിലെ ഒരു MLA ആക്ഷേപം ഉന്നയിച്ചാൽ ആ കക്ഷിയിലെ ബന്ധപ്പെട്ട ആളുകൾ കൂടിയിരുന്നതിന്റെ ഉത്തരവാദിത്തമുള്ളവർ കൂടിയിരുന്നാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ടത്. റവന്യൂ വകുപ്പ് ആയിരുന്നു ശ്രീ KM മാണിക്ക് ആദ്യം നൽകിയിരുന്നത്. അതുപോരാ, ധനവകുപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയോട് ശ്രീ PC ജോർജ് പറഞ്ഞിരുന്നു, KM മാണി ബജറ്റ് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ധനവകുപ്പിനെ ആർത്തി പിടിക്കുന്നത് എന്ന്. അങ്ങനെയാണ് പൂവാറിലെ റിസോർട്ട് സമുച്ചയവും രാജ്യത്തിന് വെളിയിൽ അന്താരാഷ്ട്ര മെഡിസിറ്റിയും ഒക്കെ സ്ഥാപിക്കാൻ ഇപ്പോൾ KM മാണിക്കും ജോസ് കെ മാണിക്കും കഴിയുന്നത്. അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇരുന്ന ചർച്ചകളിൽ ഉണ്ടായത് ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ദയവായി തുടരുക. ശ്രീ R ബാലകൃഷ്ണപിള്ള, ഇന്നത്തെ നിലയിൽ PC ജോർജ് കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ തുടരുകയാണ്. അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണോ, അതോ ഈ പറയുന്ന രാഷ്ട്രീയ കളിയിൽ PC ജോർജിനെ തൽക്കാലം പൂട്ടുക എന്ന നിലയിൽ കുശാഗ്ര ബുദ്ധിയുള്ള KM മാണി ഇങ്ങനെ ചെയ്യൂ എന്നുള്ളത് നമുക്കറിയാവുന്നത് വിശ്വസിച്ച് ഇതാണ് രാഷ്ട്രീയമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? ഞാൻ ഇതിനെപ്പറ്റി തങ്കച്ചൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അകത്തുള്ള കാര്യമല്ലിത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പുറത്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ തങ്കച്ചൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഭേദഗതി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. തങ്കച്ചൻ വളരെ സൗമ്യനായിട്ട് ഇത് പറഞ്ഞു ഉള്ളൂ. അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം യഥാർത്ഥത്തിൽ UDF-നെ ബാധിക്കുന്നതാണല്ലോ, അതിന് സംശയമൊന്നുമില്ല. അല്ല എന്ന് പറയുന്ന ഒരു ഫേസ് സേവിങ്ങിന് വേണ്ടി പറയാമെന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ജോർജ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ UDF-ൽ ഉള്ളപ്പോൾ തന്നെ ഞങ്ങളിൽ പലരും കേട്ടിരുന്നു. തങ്കച്ചനും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നതാണ് ഞാൻ പറയുന്നില്ല. ഈ ബഡ്ജറ്റിൽ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളൊക്കെ കണ്ടു കേട്ടിരിക്കുകയാണ്. ഇപ്പൊ ജോർജ് എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഈ കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് നടന്നിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. തങ്കച്ചൻ കണ്ടിട്ടില്ലെങ്കിലും തങ്കച്ചൻ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്വേഷണമില്ല. എഴുതി കൊടുക്കാൻ പറഞ്ഞ അന്വേഷണമില്ല. ഈ ജോർജ് ഉന്നയിച്ചിരിക്കുന്ന ചില ആരോപണങ്ങൾ മാണിക്കെതിരായി ഞാൻ തന്നെ ഉമ്മൻചാണ്ടിക്ക് സെപ്റ്റംബർ മാസം 28-ാം തീയതി കൊടുത്ത കത്തിലുണ്ട്. അത് ഞാൻ പുറത്തുവിടാം ഏതാനും ദിവസത്തിനകം. കത്തിലുണ്ട്. അതിപ്പോ ജോർജ് മാത്രം ഉന്നയിച്ചതല്ല, തങ്കച്ചൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം അറിയാവുന്ന പല കാര്യങ്ങളും UDF-ൽ ഉള്ളപ്പോൾ തന്നെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു PC ജോർജ്. PC ജോർജ്, പക്ഷേ താങ്കൾ ഈ കത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ ആക്ഷേപങ്ങൾ ഉണ്ടല്ലോ, ഇതെല്ലാം വിവരിക്കുമ്പോൾ താങ്കൾ അതിനോടൊപ്പം ചേർക്കുന്നത് ഞാനിത് അങ്ങയോട് പറഞ്ഞതാണല്ലോ, താങ്കൾ അപ്പോൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ ഞെട്ടിയതാണല്ലോ, അല്ലെങ്കിൽ താങ്കൾ പൊട്ടിച്ചിരിച്ചതാണല്ലോ തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വസ്തുതാപരമല്ല. മാത്രമല്ല, ഈ കത്ത് കിട്ടിയ ഉടനെ താങ്കളെ ഫോണിൽ വിളിച്ച് എന്താ ജോർജ് ഇത് എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്തു. എന്തിനാണ് PC ജോർജ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ എന്ത് മറുപടി പറയും? ഉമ്മൻചാണ്ടി എന്നെ കത്ത് കിട്ടി ഉടനെ വിളിച്ചില്ല. എന്നെ ഒരു 2 മണിയെങ്കിലും ആയിട്ടുണ്ട് വിളിച്ചു. എന്നോട് പറയുന്ന വിഷയം ഞാൻ ചേട്ടാ ഒന്നുമില്ല, നാളെ UDF-ല്ലേ ഉണ്ട്, അപ്പൊ എന്നെ വിളിക്കുന്നില്ലേ? ഞാൻ സ്നേഹത്തിൽ ചോദിച്ചു. അതായത് നമുക്ക് നോക്കാം, ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞല്ലാതെ ചേട്ടാ കത്ത് കിട്ടിയോ ഒരൊറ്റ മിനിറ്റ് ശ്രീ PC ജോർജ്, ഞാൻ അക്കാര്യം ശ്രീ PP തങ്കച്ചനോട് ചോദിക്കാൻ മറന്നു. ശ്രീ PP തങ്കച്ചൻ, അടുത്ത UDF യോഗത്തിന് PC ജോർജിനെ വിളിക്കുന്നുണ്ടോ? അതായത് നാളെ കോവളത്ത് ചേരുന്ന യോഗത്തിന്? ഇല്ല. എന്തുകൊണ്ട്? വിളിക്കേണ്ടതില്ലെന്ന് ചെയർമാൻ എന്നോട് പറഞ്ഞു. അതായത് KM മാണിയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ശ്രീ PC ജോർജ്, അതുകൊണ്ട് മുഖ്യമന്ത്രിയെ വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു, ശ്രീ PP തങ്കച്ചനോട് ചോദിച്ചാൽ മതിയായിരുന്നു. അത് തങ്കച്ചൻ എൻ്റെ ഏറ്റവും ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. എനിക്ക് അത്രയും വലിയ ബഹുമാനമുണ്ട്. അദ്ദേഹം ഒന്നും ഈ കള്ളത്തിനൊന്നും കൂട്ടുമില്ല. ഈ ബഡ്ജറ്റ് കച്ചവടം തങ്കച്ചൻ അറിയാമല്ലോ. ഞാൻ ഇനി തങ്കച്ചനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തെറ്റിദ്ധരിക്കുന്നത്.
ഈ ബഡ്ജറ്റ് കച്ചവടം VP തങ്കച്ചൻ എന്ന് പറയുന്നത് നമ്മളെ കൺവീനർക്ക് അറിയാമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്ങനെ അറിയാം? ഞാൻ പറയാം, എങ്ങനെ അറിയാം? എനിക്കറിയാം തങ്കച്ചൻ അല്ലെ അറിയാം. എങ്ങനെ വെറുതെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ PP തങ്കച്ചനോട്? തങ്കച്ചനും ചിരിക്കൂല ഞാൻ പറയുമ്പോ. തങ്കച്ചൻ അറിയാമെന്ന് ഞാൻ പറയുന്നു. PP തങ്കച്ചൻ ബജറ്റ് കച്ചവടമാണ് മാണി നടത്തുന്നത് എന്ന് താങ്കളെ ബോധിപ്പിച്ചിട്ടുണ്ടോ PC ജോർജ്? ശ്രീ PP തങ്കച്ചൻ, ഹലോ, ബജറ്റ് കച്ചവടമാണ് നടക്കുന്നത് എന്ന് UDF യോഗങ്ങളിലൊന്നും അത്ര ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അതല്ലാതെ പറഞ്ഞിട്ടുണ്ടോ? UDF യോഗങ്ങളിൽ അത്ര ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അപ്പോ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് നിങ്ങളുടെ വ്യാഖ്യാന. ഇതാണ് മുഖ്യമന്ത്രിയോട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഈ കത്തിൽ PC ജോർജ് തുടരെ പരാമർശിക്കുന്നത്. അതിനെ ചിരിച്ചു തള്ളിയാൽ പറഞ്ഞ അല്ലെങ്കിൽ അവഗണിച്ച് കളഞ്ഞാൽ പോരാ. ശ്രീ PC ജോർജ്, താങ്കൾ തുടരുക. മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടില്ല. ഈ UDF യോഗങ്ങളിൽ ഉന്നയിച്ചിട്ടില്ല. അതാണ്, UDF യോഗങ്ങളിൽ ഉന്നയിച്ചിട്ടില്ല. ശ്രീ PC ജോർജ്, താങ്കൾക്ക് വ്യക്തിപരമായി ശ്രീ PP തങ്കച്ചനോട് പറയാമെങ്കിൽ അത് UDF യോഗത്തിലും ഉന്നയിക്കാമായിരുന്നു. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാനും മാണി കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനുമാണ്. ഒരു പാർട്ടിയുടെ ചെയർമാനെതിരെ ആ പാർട്ടിയുടെ വൈസ് ചെയർമാൻ UDF യോഗത്തിൽ അഴിമതിയാണോ ഉന്നയിക്കുന്നത്? എന്ത് മര്യാദയാണത്? ധാർമ്മികതയാണോ? അതുകൊണ്ട് എല്ലാം കടിച്ചു പിടിക്കുക. പക്ഷേ ഒറ്റയ്ക്കൊറ്റയ്ക്കോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കച്ചവടം നല്ല. എന്തിന്? മാണിയുടെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ മാണി ഒരു 3 ലക്ഷം രൂപ മേടിച്ച കണക്ക് ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടിക്ക് സംശയമുണ്ട്, വിളിച്ചു ചോദിക്കാൻ പോലെ. ഞാൻ പറഞ്ഞ ഉമ്മൻചാണ്ടിക്ക് നല്ല പരിചയമുള്ള ആളാ. കാശ് കൊടുത്തത് തെളിവ്, സാക്ഷി. ആദ്യ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഏത് കാലത്താ അത്? 75-76 ആയിരിക്കണമല്ലോ ആദ്യത്തെ ബഡ്ജറ്റ്. അത് ഞാൻ പറയും ഉമ്മൻചാണ്ടി ചിരിച്ച് കുരിഞ്ഞോട് ചിരിക്കുക. അത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആളെ ഉമ്മൻചാണ്ടിക്ക് അറിയാം. ആരോട് മേടിച്ചു 3 ലക്ഷം? അത് മലപ്പുറംകാരോടാണ് മേടിച്ചത്. മലപ്പുറത്ത് അതായത് കപ്പ കൃഷി 75-76 തുടങ്ങിയതാണ് മാണി ബജറ്റ് വിൽപ്പന. പിന്നെ എത്ര കൊല്ലമായി ഈ കച്ചവടം? എല്ലാ ബഡ്ജറ്റും വിൽക്കുന്നുണ്ട്. ഇച്ചിരി വിറ്റ് എന്നിട്ട് ആ പാർട്ടിയിലാണ് PC ജോർജ് പോയി ചേർന്നത്. എന്നിട്ട് അവിടെ കേരള കോൺഗ്രസിന്റെ ഏക വൈസ് ചെയർമാനായി മാറുകയും ചെയ്തു. നന്നാവുന്നില്ല വിചാരിച്ചു, നന്നായി കാണുന്നില്ല വിചാരിച്ചു. ഇനിയെങ്കിലും ഇത്ര വയസ്സ് 83 ആയില്ലേ? ശ്രീ PP തങ്കച്ചൻ, ആദ്യ ബജറ്റ് അതായത് 77-76 കാലഘട്ടത്തിൽ തന്നെ മാണി 3 ലക്ഷം രൂപ വാങ്ങി ബജറ്റ് വിൽപ്പന തുടങ്ങിയിരുന്നു. പാർട്ടിയിൽ ചേർന്നത് തന്നെ 10 ലക്ഷം രൂപയും ഒരു ജീപ്പും മേടിച്ചിട്ടാണ്. തുടരുക. ശ്രീ R ബാലകൃഷ്ണപിള്ള, താങ്കൾ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവാണല്ലോ. KM മാണി ഒരു ജീപ്പ് 10,000 രൂപയും പാലാ സീറ്റും ആവശ്യപ്പെട്ടിട്ടാണ് കേരള കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത്. അത് മുഴുവൻ കിട്ടി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് കേരള കോൺഗ്രസ് അംഗത്വം എടുത്തത്. ശരിയാണോ? ശരിയാണ്. അതായത് പരേതനായ ഈ പാർട്ടിക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിയ മോഹൻ കുളത്തുങ്കലും ഉൾപ്പെടെ പോയാണ് DCC സെക്രട്ടറി ആയിരുന്ന മാണിയെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകും എന്ന് ഞാൻ സത്യമാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ ആരെയും ക്ഷീണിപ്പിക്കാനല്ല. അന്ന് ജനറൽ സെക്രട്ടറിയായ ഞങ്ങൾ 2 ജനറൽ സെക്രട്ടറിമാരാണ്. ഞങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം ജോർജ് സാറിനെ മൂവാറ്റുപുഴ വിളിച്ച് സംസാരിച്ചു. സ്ഥാനാർത്ഥികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് 25 സീറ്റ് ലഭിച്ച കാലഘട്ടമാണ്. അപ്പോൾ പാലായിൽ ഞങ്ങൾ മറ്റൊരാളെ നിർത്തണമെന്നാണ് ആദ്യം ആലോചിച്ചു വെച്ചത്. പക്ഷേ എല്ലാവരും കൂടെ പറഞ്ഞു ആദ്യത്തെ ഇലക്ഷനാണ്, മാണിക്ക് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, മാണി കോൺഗ്രസ് ആണ്, PT രാഘവയുടെ മരണത്തിൽ ഒരു കൂടെ കയറിയിട്ടില്ല, കേരള കോൺഗ്രസ് ഉണ്ടാക്കി ഒരു യോഗത്തിൽ ഞങ്ങൾക്കെതിരായി പ്രസംഗിച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ മാണിയെ ചിലപ്പോൾ കിട്ടിയേക്ക് മാണിക്ക് സ്ഥാനാർത്ഥിത്വമില്ല. അങ്ങനെ രാത്രിയിൽ കുളത്തുങ്കൽ മോഹൻ ഉൾപ്പെടെ പോയി അവിടെ ചെന്ന്. അപ്പോൾ മാണി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് അന്ന് ഇത്രയും പൈസയൊന്നും വേണ്ട, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ചോദിച്ച കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, കുളത്തുങ്കൽ മോഹന്റെ ഫിയേറ്റ് കാറ് അതിന്റെ അടിയിലെ പെട്രോൾ ടാങ്കിന്റെ നട്ട് മാണിയുടെ വാതിക്കലുള്ള ഒരു കല്ലേലിടിച്ച്, ഇപ്പോഴും എനിക്ക് ചിരി വരും, കല്ലേലിടിച്ച് അതൊക്കെ തകർന്ന് വണ്ടി അവിടെ കിടക്കും. പിന്നെ ഞങ്ങൾ രാത്രി ഒരു ടാക്സിയാണ് തിരിച്ചു വന്നത്. അപ്പൊ അങ്ങനെ അതൊരു തെറ്റൊന്നുമല്ല. കാരണം മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാ, നിർബന്ധിച്ചു കൊണ്ടുവന്നതാ. പക്ഷേ പാർട്ടിയിൽ ചേരാൻ 10,000 രൂപ വാങ്ങിയ ആളായിട്ടാണ് ജോർജ് മാണി അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ കള്ളം പറയാത്ത ആളാ, അത് കൊടുക്കുന്നുള്ള സത്യമാണ്. പാർട്ടി ചേരാൻ എന്ന് മാത്രമല്ല, പാർട്ടി മത്സരിക്കാൻ. തെരഞ്ഞെടുപ്പിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പല്ലേ അന്ന് MM ജേക്കബ് ആയിരുന്നു എതിരെന്ന് എനിക്ക് തോന്നുന്നു. മാണി വളരെ ചെറിയ വോട്ടിന്, 50 വോട്ടിനോ വളരെ ചെറിയ വോട്ടിനാണ് ജയിച്ചത്. നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ശ്രീ PP തങ്കച്ചൻ, ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം അതല്ല. 3 ലക്ഷം രൂപ ആദ്യ ബജറ്റ് കൈക്കൂലി വാങ്ങിയ KM മാണി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 12ാമത്തെ ബജറ്റിന് 5 കോടി രൂപ വാങ്ങി. 1000-ന്റെ 5000 കെട്ട് നോട്ടാണ് കൊണ്ടുകൊടുത്തത്. PC ജോർജ് പറയും ബാക്കി. ആ 5000-ന്റെ കെട്ടിൽ ഒരു
ആറോ എട്ടോ ആയിരം രൂപയുടെ നോട്ട് വേറൊരു ആവശ്യത്തിന് ചെലവഴിച്ചു പോയി. എന്നിട്ട് ശ്രീ പി സി ജോർജ്, ഏതായാലും ഞാൻ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഇത് വിശദാംശം കിടക്കുന്നില്ല. ഞാൻ ഇവിടെ കുറെ ആളുകളെ അടുത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ കത്തിൽ എഴുതി മുഴുവൻ കൃത്യമാണ്. നീസ് ധൈര്യമായിട്ട് അതൊക്കെ വായിച്ചു കൊടുത്തു. കൃത്യ മനസ്സിലായോ? എനിക്ക് കളവ് പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രീ പി പി തങ്കച്ചൻ, അങ്ങനെ 12ാം ബജറ്റിൽ 5 കോടി രൂപ വാങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റ് വിൽപ്പനയെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ. ശ്രീ പി പി തങ്കച്ചൻ, കേട്ടില്ല. അല്ല, ബജറ്റ് വിൽപ്പന കെ മാണി ഒന്നാമത്തെ ബജറ്റിൽ തന്നെ തുടങ്ങി എന്ന ഗുരുതരമായ ആക്ഷേപമാണ് UDF MLA ആയ ശ്രീ പി സി ജോർജ് ഉന്നയിക്കുന്നത്. അതിനൊന്നും എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ UDF കൺവീനർ അല്ല, ഞാൻ MLA പോലും അല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ താങ്കൾക്ക് കൂടി അറിവുള്ളതാണോ? കേരളത്തിൽ 13 ബജറ്റ് അവതരിപ്പിച്ച ചരിത്രത്തിൽ ഇടം നേടിയ ആളാണ് ശ്രീ കെ മാണി. സാധാരണ നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ചർച്ചകളിൽ ഞാൻ സാധാരണ പറയാറുള്ളത്. അത്രേ പറയാനും പാടുള്ളൂല്ലോ. ശ്രീ പി സി ജോർജ്, താങ്കൾ ഇപ്പോഴും UDF MLA ആണോ? എന്താ സംശയം? ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോടും അത് ഞാൻ പുറത്തു പറയാതിരുന്ന മുഖ്യമന്ത്രിയോടും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയോടും കുഞ്ഞാലിക്കുടി സാഹിബിന് ഞാൻ പറഞ്ഞു, മാണി എന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. ഈ 5 വർഷം UDF സ്ഥാനാർത്ഥിയിൽ ജയിച്ച ആളാണ് ഞാൻ. 5 വർഷവും UDF കൺവീനറായി ചെയർമാനായിട്ട ഉമ്മൻചാണ്ടിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വോട്ട് ചെയ്യുക. എവിടെ വോട്ട് ചെയ്യണമെന്ന് ഉമ്മൻചാണ്ടി പറയാൻ ചെയ്തോളാം. അത് മാണിയെ കൊണ്ട് പറയിക്കണ്ട. മാണി നാളെ കാര്യവാരി ആർക്കറിയാം? മാണി എവിടെ പോകാൻ തയ്യാറുള്ള പാർട്ടിയാ എന്നാ കിട്ടിയാലും. ഇന്ന് CPM ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കിയത് RSPയെ മുന്നണിയിലേക്ക്, അതായത് LDFിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. ഒരവിശ്വാസ പ്രമേയം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ പി സി ജോർജിന്റെ വോട്ട് എവിടെയായിരിക്കും? PC വോട്ട് ചെയ്യാൻ അത് UDFന് വേണ്ടിയായിരിക്കും. വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, കാരണം ഞാൻ MLA സ്ഥാനം എത്ര നാൾ തുടരണം തീരുമാനിച്ചിട്ടില്ല. മറ്റെന്ത് പോകും വഴി? അപ്പോൾ ഞാൻ രാജിവെക്കാമല്ലോ, എനിക്കതിന് അവകാശമുണ്ടല്ലോ. അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് കാത്തിരുന്ന് കാണുന്ന കേസ് ഇപ്പൊ പറയാനാ. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യത്തിലാണ്. അങ്ങനെ ഒരു വിശ്വാസ പ്രമേയമോ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയമോ ഉണ്ടാവുകയാണെങ്കിൽ വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് UDFനായിരിക്കുമെന്ന് പറയുമ്പോൾ ആശുപത്രിയിൽ പോയി കിടന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയും ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ തന്നെ ഞങ്ങൾ 4-5 MLA വോട്ട് ചെയ്യണമെന്ന് അന്നേരം ചർച്ച ചെയ്ത് തീരുമാനിക്കും. രാജിവെക്കാൻ ഞങ്ങളെ ആരും പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. 4-5 MLA വോട്ട് ചെയ്യണമെന്ന് വോട്ട് ചെയ്യാന്ന് ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ വോട്ട് UDFന് അനുകൂലമായിട്ട് ചെയ്യും. ഇവിടെ ശ്രീ പി പി തങ്കച്ചൻ നിൽക്കൂ. പി സി ജോർജ്, ശ്രീ പി പി തങ്കച്ചൻ, പി സി ജോർജ് ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട്, ഞങ്ങൾ 5-6 MLA UDFിൽ അഴിമതി കണ്ട് മടുത്തവരാണ് ഞങ്ങൾ, ഒരാൾക്ക് അപകടം പറ്റിയാൽ ഒരുമിച്ച് നിൽക്കും എന്ന്. ഇപ്പോൾ 4-5 MLA ആയത് കുറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പോലും അങ്ങനെ ആ 4-5 MLA ഒരു വിശ്വാസ പ്രമേയമോ അവിശ്വാസ പ്രമേയമോ വന്നാൽ മാറി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും UDFന്റെ സ്ഥിതി എന്നറിയാമല്ലോ. വെറും സാങ്കല്പിക ചോദ്യങ്ങളല്ലേ, മറുപടി. ഇന്ന് CPM ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ട് പറയുന്നത് കേരളത്തിലെ RSPയെ മെയിൻ RSPയിലേക്ക്, ഔദ്യോഗിക RSPയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ്. അവരും പണി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലങ്ങനെ പല ആഗ്രഹങ്ങളുള്ളൂ, പക്ഷെ അതൊക്കെ പൂവണിയുണ്ട്. അതാണ് ശ്രീ R ബാലകൃഷ്ണപിള്ള. ഇപ്പോഴും UDFന്റെ ബലം എന്താണെന്നറിയാമോ? മറുപക്ഷത്ത് അസ്ഥിരതയാണ്. ഒരാളെപ്പോലും അടുപ്പിക്കാത്തൊരു നില LDFിലുണ്ട്. ശ്രീ R ബാലകൃഷ്ണപിള്ള കേൾക്കാമെങ്കിൽ LDF അസ്ഥിരമായി തുടരുന്നു എന്നുള്ളതാണ് UDFന്റെ ബലം. അതെ, എനിക്കിപ്പോ LDFന്റെ ആരും അഭിപ്രായം പറയാൻ തൽക്കാലം അവകാശമൊന്നുമില്ലല്ലോ. എനിക്കതിനെപ്പറ്റി പറയാനൊക്കത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, LDF ശ്രമിച്ചിരുന്നുവെങ്കിൽ വളരെ നേരത്തെ തന്നെ ഈ ഗവൺമെന്റിനെ പുറത്താക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അവരതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ. ഇന്നത്തെ നിലയിൽ ഒരു അവിശ്വാസ പ്രമേയത്തിന് സാധ്യതയുണ്ടോ? ഇല്ല എന്നൊന്നും പറയാൻ ഒക്കില്ല. അത് ഡിപ്പെൻസ്. അത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ. അത് ഇന്ന് എങ്ങനെ പറയാൻ ഒക്കും അവിശ്വാസ പ്രമേയത്തിന് സാധ്യതയുണ്ടോ ഇല്ലെന്ന്? അതിന്റെ നമ്പർ വളരെ പ്രധാനമല്ലേ. പിന്നെ നികേഷേ, ആ നമ്പറൊക്കെ ഇല്ലാതെ ആരെങ്കിലും ഒരു അവിശ്വാസ പ്രമേയത്തിനോ അതൊക്കെ വരട്ടെ എന്നുള്ളതല്ലാതെ കാത്തിരുന്ന് കാണുക എന്നുള്ള അതിനെപ്പറ്റി ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു അവിശ്വാസ പ്രമേയം വന്നാൽ കഴിഞ്ഞ ഈ 67 ഇപ്പൊ 67 ഞങ്ങളും കൂടെ ചേർന്ന് 67 പ്രതിപക്ഷത്ത്.
ഈ 67 എന്നുള്ള എണ്ണം വർദ്ധിക്കും എന്നുള്ള കാര്യവും അത് ചിലപ്പോൾ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ ഉപകരിക്കും എന്നുള്ള തരത്തിലും പോകാൻ സാധ്യതകളുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ഈ ഗവൺമെന്റിനെതിരായി പറയാവുന്ന 2 വരിയിൽ പറയാവുന്ന കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതാണ് ഈ ഗവൺമെന്റിനെ പറ്റിയുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണ് ഈ ഗവൺമെന്റ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ചെയർമാൻ ജോണി നെല്ലൂർ. ശ്രീ ജോണി നെല്ലൂർ, അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് വളരെ പ്രധാനമായിരിക്കും. അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ജയിക്കുന്നതെങ്കിൽ ഈ മന്ത്രിസഭ തുടരും. അതല്ല LDF ആണ് ജയിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരുമെന്ന് ഏറ്റവും കുറഞ്ഞത് 2 കക്ഷികളെങ്കിലും ശഠിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് അസംബ്ലിയിലേക്കും എത്തും. അങ്ങനെ അസംബ്ലിയിൽ പോലും ഒരു ബലപരീക്ഷണത്തിനുള്ള സാധ്യതയുണ്ട്. ശരിയാണോ? അല്ല നികേഷ്, നമുക്കിപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ കാര്യമില്ലല്ലോ. കാരണം PC ജോർജ് ഇപ്പോൾ അല്പം മുമ്പ് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. ഞാൻ MLA ആയിരിക്കുന്നിടത്തോളം കാലം UDF-നെ വോട്ട് ചെയ്യൂ. അങ്ങനെയല്ല, ഞാൻ UDF-നെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ UDF-നെ ചെയ്യുള്ളൂ. അതിൻ്റെ അർത്ഥം മാറി നിൽക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ പോലും PC ജോർജ് വെച്ച് പുലർത്തുന്നു എന്നാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ നികേഷേ, ഇന്നലെ മുതലല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ മനസ്സിൽ വളരെ വേദനയുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇന്ന് ഈ ചർച്ചയിൽ വരുമ്പോൾ സത്യത്തിൽ നാണമായിട്ട് ഇവിടെ ഇരിക്കാൻ പാടില്ലാത്തൊരു സ്ഥിതിയാണ്. എന്താ കേരളത്തിൽ നടക്കുന്നത്? എന്താ രാഷ്ട്രീയത്തിൽ നടക്കുന്നത്? ഇതൊക്കെ PC ജോർജിനോട് എനിക്ക് സ്നേഹമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ PC ജോർജ് ഇത്രയും കാലം ആ പാർട്ടിയുടെ ഏക വൈസ് ചെയർമാനായിരുന്നു കൊണ്ട് ഇതെല്ലാം കണ്ട് സഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിരോധാഭാസമായിട്ടല്ലേ തോന്നുന്നത്? അദ്ദേഹം എന്നും എല്ലാ കാലത്തും അഴിമതിക്കെതിരെ പോരാടിയിരുന്ന അല്ലെങ്കിൽ പോരാടുമെന്ന് പറയുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഉൾക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുന്ന പാർട്ടിയിൽ അഴിമതിയായിരുന്നു അല്ലെങ്കിൽ അവിടെ വലിയ കൊള്ളയായിരുന്നു എന്നൊക്കെ ഇന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? PC ജോർജ്, താങ്കൾ അഴിമതി വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയ ആളാണ്. ആ അഴിമതി വിരുദ്ധ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായ താങ്കൾ ഇപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം വരുമ്പോൾ പറയുന്നത് റബ്ബർ വിലയിടിവിനെതിരെ സമരം ചെയ്യാതിരിക്കാൻ ജോസ് കെ മാണി 10 കോടി മേടിച്ചു, 12ാം ബജറ്റിന് മുമ്പ് 5 കോടി വാങ്ങി മാണി എന്നൊക്കെ. അതൊക്കെ അന്ന് ഉന്നയിക്കുകയും ഈ പറയുന്ന ആളുകളെ കൊണ്ട് ഈ പണം വാങ്ങിപ്പിക്കാതിരിക്കാനുള്ള നടപടി എടുക്കുകയും ചെയ്യുകയായിരുന്നു താങ്കൾ ചെയ്യേണ്ടിയിരുന്നത്. ഇങ്ങനെ നമ്മളെങ്ങനെ ഗണിച്ചറിയൂ ഇതൊക്കെ? ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പാർട്ടി പറയേണ്ട വേദിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോണി നെല്ലൂർ ഇങ്ങനൊക്കെ ഒരു പറഞ്ഞാലും ജോണി നെല്ലൂരിന് സത്യമൊക്കെ അറിയാൻ നീ. പിന്നെ ഇപ്പൊ UDF-ന്റെ ഒരു കക്ഷിയുടെ നേതാവെന്നല്ലേ അത് ഇങ്ങനെ അല്ലാതെ മോശം പറയാൻ പറ്റുമോ? അങ്ങനെ തന്നെ പറയണം. പക്ഷെ ജോണി നെല്ലൂരും അവസാനം മടുക്കുമ്പോൾ സത്യം പറയും. സത്യം പറയുമ്പം ജോണി നെല്ലൂർ ഇത്ര ആളും ഉണ്ടായിരുന്നത് എന്താ? ജോണി നെല്ലൂർ എന്ത് പറയാനാ? ജോണി നെല്ലൂർ മുഴുവൻ സത്യങ്ങളും അറിയാം. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഈ വടവൃക്ഷം എന്ന് ചിന്തിക്കുന്നത് വടവൃക്ഷമൊന്നും അല്ല, ഇപ്പോൾ ഒരു ഉണക്കവൃക്ഷമായി. ഇതിന് കീഴൊന്നും ആരും ഇല്ലെന്നായി. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് നടക്കാൻ പറ്റുമോ? അപ്പനും മകനും അപ്പനും മാത്രം മതിയോ? എത്ര പേരെ കേരള കോൺഗ്രസിൽ വകവരുത്തിയിട്ടുണ്ട് ഈ മനുഷ്യൻ? അതിനൊക്കെ പരിഹാരം ഉണ്ടാകണ്ടേ? എനിക്ക് തോന്നുന്നത് ദൈവം എന്നെ അതിനു വേണ്ടിയായിരിക്കാം ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു തോന്നുക. ആ ദൗത്യം ഞാൻ ഏൽക്കുന്നു. പ്രിൻസ് ലൂക്കോസ്, കേരള കോൺഗ്രസിനെ നവീകരിക്കുക എന്ന ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടാണ് ശ്രീ PC ജോർജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മാണി സാർ എന്നത് SSLC ബുക്കിലെ പേരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന മഠയന്മാരുടെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. അതിലെ ഒരു അംഗമാണോ ശ്രീ പ്രിൻസ് ലൂക്കോസ് താങ്കൾ? ഈ വല്ലഭിന് പുല്ലു ആയുധം, അദ്ദേഹത്തിന്റെ ആയുധം നാവാണ്. അദ്ദേഹം ഈ സാധനം പോയി കഴിഞ്ഞപ്പോൾ ആ നാവ് ഉപയോഗിച്ചുകൊണ്ട് ചാനലിലൂടെ എന്ത് അസത്യവും പ്രചരിപ്പിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് വിനയപൂർവ്വം ഒന്നേ പറയാനുള്ളൂ. കേരളത്തിലെ ഏറ്റവും സീനിയറായ ഒരു നേതാവിനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ചാനലിലൂടെ ആയിക്കോട്ടെ, കത്തിലൂടെ ആയിക്കോട്ടെ, അത് പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഉതകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കട്ടെ. രണ്ടാമതായി, ബഹുമാനനായ R. ബാലകൃഷ്ണപിള്ള സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, R. ബാലകൃഷ്ണപിള്ള സാറ് കുറെ കാലമായി KM മാണി സാറിനെയും കേരള കോൺഗ്രസ് പാർട്ടിയെയും കടന്നാക്രമിക്കുന്നുണ്ട്.
ഞാൻ ചോദിക്കട്ടെ, ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹത്തിന്റെ പുത്രൻ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു. അദ്ദേഹം എത്ര തവണ അതേ മന്ത്രിയെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം ഇല്ല അത്തരം വിഷയങ്ങളിലേക്കൊന്നും നമുക്കിപ്പോ പോകണ്ട. ശ്രീ അവസാനം കെ ബി ഗണേഷ് കുമാർ. ശ്രീ പ്രിൻസ് ലൂക്കോസ്, താങ്കളൊരു യുവ നേതാവാണല്ലോ, കേരള കോൺഗ്രസ് എമ്മിലെ അല്ലെങ്കിൽ യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. എല്ലാ പ്രായാധിക്യം ചെല്ലുന്ന, ഇന്നലെ സെനയിൽ എന്നാണ് പ്രജ്ഞ നഷ്ടപ്പെട്ട നേതാവ് എന്നുള്ള നിലയിലാണ് ശ്രീ കെ എം മാണിയെ പി സി ജോർജ് പരാമർശിച്ചത്. അതെന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷേ നമ്മുടെ നേതാക്കൾക്ക് പ്രായമേറെ ചെല്ലുമ്പോൾ ഒരു സ്വഭാവമുണ്ട്, മക്കളെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അന്ധമായ പുത്രവാത്സല്യത്തിൻ്റെ പിടിയിലമർന്ന് കുലം മുടിയാൻ കാരണക്കാരനായ ധൃതരാഷ്ട്രരുടെ റോളാണ് ഇപ്പോൾ കെ എം മാണി വഹിക്കുന്നത് എന്നാണ് ഒരാക്ഷേപം. കേരള കോൺഗ്രസ് എമ്മിലെ ഓരോരുത്തരെയും കൊണ്ട് മകനെ സാറേ എന്ന് വിളിപ്പിക്കുക, സ്വന്തം പേര് മാണി സാറേ എന്ന് SSLC ബുക്കിൽ. ഞാൻ ചോദിച്ചോളട്ടെ, എന്തിനാണ് പി സി ജോർജ് പറഞ്ഞോ എന്തിനാണ് പി സി ജോർജ് ഷോൺ ജോർജിനെ യൂത്ത് ഫണ്ടിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്? എന്തിനാണ് യുവജനക്ഷേമ ബോർഡിന്റെ ബോർഡിൽ വിട്ടിരിക്കുന്നത്? അദ്ദേഹത്തെ പള്ളിയിലച്ഛനാക്കാനാക്കല്ലോ, നേതാവാക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ടല്ലേ? ഇതൊന്നും പറഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കത്തില്ല. ഷോൺ ജോർജ് നേതാവായി വന്നുകൊള്ളട്ടെ, ഞങ്ങൾക്ക് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ജോസ് കെ മാണിയുടെ മേൽ ഇത്തരത്തിൽ കുതിര കയറുന്നത് ശരിയല്ല. അത് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ടെന്ന് മാത്രം ഞാൻ വളരെ വിനയപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ. കേരള കോൺഗ്രസിന്റെയും കേരള രാഷ്ട്രീയത്തിന്റെയും ഒരു പൊതുസ്ഥിതിയല്ലേ? അല്ല, കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏക ചെയർമാനെതിരായിട്ട് പാർട്ടിയുടെ ഏക വൈസ് ചെയർമാൻ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അതും അദ്ദേഹത്തിൻ്റെ ഏക പുത്രനും എതിരായിട്ട്. അങ്ങനെ ഇതിൽ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ കാര്യത്തിലാണ്. ഏക ചെയർമാനും ഏക പുത്രനുമെതിരെ ഏക വൈസ് ചെയർമാൻ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. അത് പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ ഉന്നയിക്കുന്നു. അതാണ് ഇതിലൊരു പുതുമ. മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ പാർട്ടികളിലും നടക്കുന്ന കാര്യം തന്നെയാണ്. ഉൾപാർട്ടി ജനാധിപത്യം നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് എല്ലാ സഭ്യതയുടെ എല്ലാ സീമകളും ലംഘിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ബാലകൃഷ്ണ പിള്ളയോട് ഞാൻ യോജിക്കുന്നു. പിന്നെ കെ എം മാണി ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഉദാഹരണത്തിന് കെ എം മാണിയെ പാർട്ടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളുകളെ, അവർക്കെതിരെ അദ്ദേഹം ചെയ്ത പണികൾ, കെ എം ജോർജ് ഹൃദയം പൊട്ടി മരിച്ചത്, മാത്തച്ഛൻ ഗുരുവിനാക്കുന്നേൽ അദ്ദേഹമാണ് ഈ പണം പാർട്ടിക്ക് വേണ്ടി പണം ചെലവഴിച്ച് ഏറ്റവും അധികം പണം ചെലവഴിച്ച് പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. കോട്ടയം DCC പ്രസിഡൻ്റായിരുന്നു. മാത്തച്ഛൻ അവസാനം പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയില്ല. കെ എം മാണി മന്ത്രി, ആഭ്യന്തരമന്ത്രിയായി, റവന്യൂ മന്ത്രിയായി, നമുക്കറിയാവുന്ന പോലെ വലിയ വടവൃക്ഷമായിട്ട് പടർന്ന് പദ്ധതി. സ്വന്തം അധ്വാനം കൊണ്ട് കൂടിയാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു ആക്ഷേപമില്ല. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ആർക്കും എതിരെ പറയില്ല. ഞാൻ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, കെ എം മാണി അഴിമതിക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുമല്ലോ, കെ എം മാണി കഴിവുറ്റ നേതാവാണ്. ഉമ്മൻചാണ്ടിയേക്കാളും AK ആന്റണിയേക്കാളൊക്കെ കഴിവും പ്രാഗൽഭ്യമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാലും മാത്രമേ നമുക്കെതിരുള്ളൂ. കെ കരുണാകരൻ കഴിഞ്ഞാൽ പിന്നെ UDF നിന്ന് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആൾ കെ എം മാണിയാണ്. എന്ന് വെച്ചാൽ കെ എം മാണി അഴിമതിക്കാരനല്ലാതെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമല്ലോ. അത് വേറെ കാര്യം. ഇനി ബഡ്ജറ്റ് വിൽപ്പനയെക്കുറിച്ച്, ഒന്നാമത്തെ ബഡ്ജറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല. കേരള കോൺഗ്രസിൻ്റെ ചെയർമാനായിരുന്ന പൊട്ടംകുളം അപ്പച്ചൻ ജോർജ് ജെ മാത്യു കുറേ നാൾ കേരള കോൺഗ്രസ് മാണിയുടെ ചെയർമാനായിരുന്നു. പിന്നെ അത് തെറ്റിപ്പിരിഞ്ഞ് കോൺഗ്രസ് പാർട്ടിയിൽ പോയി. പിന്നെ കാഞ്ഞിരപ്പള്ളി MLA ആയിട്ട് കുറേ നാളുണ്ട്. ആ ജോർജ് ജെ മാത്യു എഴുതിയ കേരള കോൺഗ്രസ് അനുഭവങ്ങൾ അടിയൊഴുക്കുകൾ എന്ന പുസ്തകത്തിലും ഇതേക്കുറിച്ച് വ്യക്തമായ സൂചന കൊടുക്കുന്നുണ്ട്. കെ എം മാണി ഇടതുമുന്നണി മന്ത്രിസഭയിലേക്ക് പോകും. നായനാരുടെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന വേളയിൽ ജോർജ് ജെ മാത്യു അദ്ദേഹത്തെ പോയി കാണുന്നത്, അദ്ദേഹം അതിൽ ബഡ്ജറ്റിൽ നടത്താവുന്ന ചില കൃത്രിമങ്ങളെക്കുറിച്ച് ജോർജ് മാത്യുവിന് ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു. അന്നേ ഉണ്ട് കച്ചവടം. പുതിയ കാര്യമല്ല. അതായിക്കോട്ടെ. പ്രധാനപ്പെട്ട വിഷയം, എങ്ങനെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോവുക? ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നേതൃയോഗം വിളിക്കാൻ കെ എം മാണിക്ക് കഴിയില്ല. കാരണം പി സി ജോർജ് അവിടെ വരും, എല്ലാവരെയും നിരത്തി ചീത്ത വിളിക്കും, അത് അലങ്കോലമാകും. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ കെ എം മാണിക്ക് ഇതേപോലെ നിർവഹിച്ചു കൊണ്ടുപോകാമെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അല്ലെ, കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഈ പുനർസംയോജനത്തിന് ശേഷം ഒരു ഭരണഘടന ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇല്ലെന്നാണ് ജോർജ് പറയുന്നത്. ഇനി ഭരണഘടന ഉണ്ടോയെന്ന് നമുക്കറിയില്ല, ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. ഇപ്പോൾ 9 അംഗങ്ങളുള്ള പാർലമെൻ്ററി പാർട്ടിയിൽ ഒരംഗത്തെ വിളിക്കാതെ 8 പേര് കൂടി പാർലമെൻ്ററി പാർട്ടി കൂടി 9ാമത്തെ ആളെ പുറത്താക്കാൻ തീരുമാനിച്ചില്ലേ? അതെങ്ങനെ സാധിച്ചു? എന്ന് പറഞ്ഞ പോലെ ഏക വൈസ് ചെയർമാനെ വിളിക്കാതെ യോഗം വേണമെങ്കിൽ സംഘടിപ്പിക്കാം. അല്ല, ഇനി വിളിച്ചില്ലെങ്കിലും പോകും. അല്ല, വിളിച്ചില്ലെങ്കിലും പോകും, അത് വേറെ കാര്യം. പാർട്ടിയുടെ ലെറ്റർ പാഡിലാണ് ഞാൻ വേറൊരു കാര്യം പറയാം. ഹൈക്കോടതിയിൽ വളരെ മുതിർന്ന ഒരു അഭിഭാഷകൻ, കേരള കോൺഗ്രസ് പാർട്ടി 64 രൂപീകരിച്ച കാലം തൊട്ട് അതിൻ്റെ പ്രവർത്തകരായിരുന്നുള്ള, അതിന് പേര് കൂടി ഞാൻ പറയാം, VC ജെയിംസ്. കേരള കോൺഗ്രസ്സുകാരനാണ്, കാഞ്ഞിരപ്പള്ളിക്കാരനാണ്, കത്തോലിക്കനാണ്. ജെയിംസ് സാറിനോട് ഞാൻ ചോദിച്ചു, കെ എം മാണിയെ 1980 മുതൽ നിരന്തരമായി ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആളാണ് പി സി ജോർജ്. പഴയ നിയമസഭാ പ്രസംഗങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം, കെ എം മാണിയുടെ കണ്ണും ലൂക്കോസിൻ്റെ മൂക്കുള്ള
എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ഇവിടെ ടി വിയിൽ പറയാൻ കൊള്ളില്ല, അത്ര അശ്ലീലമാണ്. അത്രയും തെറി വിളിച്ചുകൊണ്ടിരുന്ന PC ജോർജ് ഒരു ദിവസം KM മാണിയുടെ പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നില്ല, ആ പാർട്ടിയിലേക്ക് ആദ്യമായി പോകുന്നു. അതിന് മുമ്പ് ഒരിക്കലും ആ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. ആ പാർട്ടിയിലേക്ക് ആദ്യമായി പോകുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ഈ VC ജെയിംസിനോട് ചോദിച്ചു, ജെയിംസ് സാറേ ഈ KM മാണി എന്ത് കണക്കാക്കിയിട്ടാണ് PC ജോർജിനെ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതെന്നറിയോ, എൻ്റെ ജയശങ്കറെ, ജാതകവശാൽ KM മാണി സാറിന് ചവിട്ടുകൊണ്ട് ചാകാൻ ഒരു യോഗമുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് തടയാൻ പറ്റുമോ? അതാണ് സംഭവിച്ചത്. അതിപ്പോൾ അച്ചട്ടായി, ചവിട്ട് കൊണ്ടില്ല ഇത് മാത്രമേ അത് ഒഴിച്ചു ബാക്കിയല്ലായി. അത് PC ജോർജ് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, എന്നെ ചവിട്ടും, രണ്ടാമത്തെ ചവിട്ട് വരെ കൊള്ളും, മൂന്നാമത്തെ ചവിട്ടിന് ആ കാല് പിടിച്ച് ഞാൻ വലിച്ച് താഴെയിടുമെന്ന്. ശ്രീ PC ജോർജ്, ഇനി കേരള കോൺഗ്രസിൻ്റെ ഒരു യോഗം നടക്കുകയാണെങ്കിൽ താങ്കൾ അവിടെ സന്നിഹിതനായിരിക്കുമോ വിളിച്ചില്ലെങ്കിലും? ഞാൻ അറിയാൻ പോകും, കാരണം ഞാൻ അറിയാൻ കമ്മിറ്റി കൂടാൻ പാടില്ല, മര്യാദല്ലേ. അപ്പൊ അത് അലങ്കോലമാകില്ലേ? അലങ്കോലമാകുന്ന കാര്യം ഞാൻ ചെന്ന് എന്റെ അഭിപ്രായം, പാർട്ടിച്ചേരം കൊള്ളക്കാരനാണ്, രാജി പിടിച്ചിട്ടുണ്ട്, മോശമാണ്, പാർട്ടിക്ക് അപമാനമാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ രാജി എത്തിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെടും ഞാൻ. അതിൻ്റെ തെറ്റ് അത് ഈ ഒരു ചെറിയ കാര്യം കേട്ടോ, കൊച്ചി ഇറക്കണയാണ് നമ്മുടെ ഞാൻ കുറ്റം പറയുക പിള്ളേരല്ലേ. എന്റെ മകനെ ഞാൻ എന്താക്കിയെന്ന് ഈ പിള്ളേരൊക്കെ എന്താ അറിയുന്നത്? 43-ാമത്തെ വയസ്സിൽ പൊട്ടി വീഴാണ് ജോസ് കെ മാണി യൂത്ത് ഫണ്ട് മെമ്പർ, മനസ്സിലായോ? എന്റെ മകൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ കൊണ്ട് നടക്കുന്ന ഞാൻ കൊല്ലാൻ പറ്റും എനിക്ക്. ഞാൻ ഇന്ന് വരെ അവരുടെ സ്ഥലത്ത് യൂത്ത് ഫണ്ടിന്റെ കമ്മിറ്റി കൂടെ ഏതാണ്ട് ഒരു കമ്മിറ്റി ആക്കിയിട്ടുണ്ട് തോന്നി. ഞാനത് കൂട്ടാനിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൽ എന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മാണി സാറിനോട് പറഞ്ഞു KM മാണി ചോദിച്ചിരുന്ന ജോലിയില് സാധ്യതയെന്ന് പറയണേ. കാരണം അതിൽ കൂടെ പാരമ്പര്യമുള്ളവർ അവിടെ ഉണ്ട്, അവരാകട്ടെ നീ മാറിയിക്കാൻ പറഞ്ഞു. ഷിമാലയത്ത് പ്രതാപൻ, നാളെ PC ജോർജ് ഗാന്ധി പാർക്കിൽ എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഒരു പുതിയ പാർട്ടി സംബന്ധിച്ച് താങ്കൾ അടക്കമുള്ളവർ കൂടിയാലോചന നടത്തിയിരുന്നല്ലോ തിരുവനന്തപുരത്ത്. അതിന്റെ പ്രഖ്യാപനമാണോ നാളെ നടക്കാൻ പോകുന്നത്? പ്രതാപനോട് തന്നെ. അല്ല, നാളെ നടക്കാൻ പോകുന്നത് ശ്രീ PC ജോർജിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പൗരസ്വീകരണമാണ് നടക്കാൻ പോകുന്നത്. നാളെ വൈകുന്നേരം 5 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ അഴിമതി വിരുദ്ധ പ്രതിജ്ഞ എടുത്തതിന് ശേഷം അവിടെ നിന്നും അദ്ദേഹത്തെ ഗാന്ധി പാർക്ക് മൈതാനിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി പൗരസ്വീകരണം നൽകുകയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് സെക്കുലർ, ഞങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ച കേരള കോൺഗ്രസ് സെക്കുലർ, ആ സെക്കുലർ പാർട്ടിയുടെ ഒരു പുനർജനി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് സംബന്ധിച്ച ഏത് തീരുമാനവും പ്രഖ്യാപിക്കുവാൻ പാർട്ടിയുടെ അന്നത്തെ ചെയർമാൻ ശ്രീ TS ജോൺ സാറിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തുടരുക. ശ്രീ ജോണി നെല്ലൂർ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ലെറ്റർ പാഡിൽ സ്വന്തം പാർട്ടി ചെയർമാനെതിരെ ഏക വൈസ് ചെയർമാൻ്റെ കുറ്റാരോപണങ്ങൾ. നാളെ ഇനി ഗാന്ധി പാർക്കിൽ എന്തൊക്കെയാണ് കേൾക്കേണ്ടി വരിക എന്നറിയില്ല. UDF സാധാരണഗതിയിൽ അതിൻ്റെ ഭരണകാലത്ത് ഈ നിലയിൽ ജീർണിക്കാറുണ്ടെങ്കിൽ പോലും ഇത് കുറച്ച് അധികമായി പോയോ? കുറേ കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണല്ലോ താങ്കൾ. നികേഷ്, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നാണമാകുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ PC ജോർജ് മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്ത കത്ത് അത് മാധ്യമങ്ങളിലൂടെ കാണുവാനിടയായി. എനിക്കൊരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ടെന്നും ഞാൻ അറിഞ്ഞു. എനിക്കിന്ന് രാത്രി അത് കിട്ടും. തീർച്ചയായിട്ടും ഈ കത്തിൽ പറയുന്ന ആരോപണങ്ങൾ, ജോർജ് വൈസ് ചെയർമാനായിരുന്നു കൊണ്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, ജോർജിനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. അഴിമതിക്കെതിരെ പോരാടുന്ന ആളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതങ്ങനെ വിശ്വസിക്കുന്ന ആളുകളെയെങ്കിലും നിരാശപ്പെടുത്താതെ, ജോർജ് ഉണ്ട് എന്ന് പറയാതെ, തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകൾ ബന്ധപ്പെട്ട ഏജൻസികളുടെ മുമ്പാകെ ഹാജരാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പോരാട്ടം യഥാർത്ഥത്തിലുള്ള പോരാട്ടമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള നടപടികളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു പോകുന്നതിൽ അർത്ഥമില്ല. ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് ബോംബുണ്ട് എന്ന. ഇപ്പോൾ ബോംബ് എന്ത് ബോംബാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് തെളിയിക്കേണ്ട സ്ഥലത്ത് തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് അത് അങ്ങനെ തന്നെ വേണം. ശ്രീ ജോണി നെല്ലൂർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു മിനിറ്റിൽ ഇപ്പോൾ ഇന്ന് ശ്രീ KM മാണി പോലും പറഞ്ഞത് ജോർജിനെ പുറത്താക്കിയാൽ ഞങ്ങൾ ഇതിലും പ്രതീക്ഷിച്ചു എന്നാണ്. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പോൾ കത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മഹാന്മാരുടെ പേരുകൾ പല പെണ്ണുങ്ങളുടെയും ഡയറിയിൽ വരും. ഉദാഹരണത്തിന്
ജോൺ എഫ് കെന്നഡിക്കെതിരായിട്ടും ലൈംഗിക ആരോപണം ഉണ്ടായിട്ടുണ്ട്, ജോസ് കെ മാണിക്കെതിരായിട്ടും ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മാണി സാറിൻ്റെ ചിന്താഗതി. ഇപ്പോൾ ജോൺ എഫ് കെന്നഡിയുടെ ലെവലിലേക്ക് ഇദ്ദേഹം എത്തിയെന്നാണോ എനിക്കറിയില്ല. ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ട് ആരോപണം ഉണ്ടായിട്ടുണ്ട്, ആരോപണമല്ല വസ്തുതകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജോൺ എഫ് കെന്നഡി, ജവഹർലാൽ നെഹ്റു, ജോസ് കെ മാണി എന്ന് ഇനിയിപ്പോൾ കേരള കോൺഗ്രസ്സുകാർ നാളെ ഫ്ലക്സ് ബോർഡ് വയ്ക്കും കോട്ടയത്ത്. ഈ കോട്ടയം ടൗണിൽ കൂടി നടക്കാൻ വയ്യ, എമ്പാടും ഫ്ലക്സ് ബോർഡാണ്. ജോസ് കെ മാണി ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണിക്ക് അഭിവാദ്യങ്ങൾ. കാണുന്നവരുടെ തൊലി പൊളിഞ്ഞു പോകും. അതിൻ്റെ അപ്പുറത്ത് ഷോൺ ജോർജിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ്, എന്തോ യുവജന ബോർഡിൻ്റെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ അപ്പം തന്നെ PC ജോർജിനെ വിളിച്ചു പറഞ്ഞു, അതായത് നിങ്ങളുടെ ചെറുക്കൻ ഏതാണ്ട് ജോസ് കെ മാണിയുടെ നിലവാരത്തിൽ എത്തിയെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഈ ഷോൺ ജോർജ് എന്നെ വിളിച്ച്, പൊന്നു ചേട്ടാ എന്താ അതിക്രമണം ചെയ്ത അപ്പൻ എന്നെ ചെവി പൊട്ടുന്ന രീതിയിൽ തെറി പറഞ്ഞു, ചേട്ടാ നീ ജോസ് കെ മാണിയുടെ ലെവലിൽ എത്തിയോ എന്ന് ചോദിച്ചു. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പോൾ കോട്ടയത്ത് നാളെ മറ്റന്നാൾ ഫ്ലെക്സ് വയ്ക്കും, ജോൺ എഫ് കെന്നഡിയുടെയും ജോസ് കെ മാണിയുടെ കൂടി ചേർത്തിട്ട്. മഹാന്മാരായ നേതാക്കന്മാർക്കെതിരെ ലൈംഗികാരോപണങ്ങൾ പതിവാണ്, അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ഇതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ നിലവാരം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച ശ്രീ PP തങ്കച്ചൻ, ജോണി നെല്ലൂർ, ശ്രീ PC ജോർജ്, ശ്രീ R ബാലകൃഷ്ണപിള്ള, ശ്രീ പ്രിൻസ് ലൂക്കോസ്, ശ്രീ പ്രതാപൻ, വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. HT7 മറ്റൊരു ഇടവേള.